ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഇത് അഗസ്ത്യപ്പൂവ് അല്ലെങ്കിൽ അഗസ്ത്യ ചീര എന്ന് പറയുന്നതാണ് കേട്ടോ. ഇതാണ് സംഭവം, ഇതാണ് പൂവ് കേട്ടോ. അപ്പം ഇത് നിരവധി ഔഷധ ഗുണമുള്ളതാണ്. ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. വൈറ്റമിൻ എയും ബിയും ഒക്കെ ഉണ്ട്, അയണും കാൽസ്യം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, അത്ര ഔഷധ ഗുണമുള്ള ഒന്നാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ആ പൂവ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ അരിഞ്ഞെടുത്ത് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാളയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതുപോലെ വെച്ചു. അത്യാവശ്യത്തിന് തേങ്ങയും എടുത്തു, ചെറിയ ഒരു വെളുത്തുള്ളിയും, പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇടുക, കുറച്ച് ജീരകം എടുത്തിടുക. അതിനുശേഷം എരിവിനനുസരിച്ച് നമുക്ക് കുറച്ച് മുളക് പൊടിയും അതും എടുത്തിട്ടതിന് ശേഷം പാകത്തിന് ഉപ്പും എടുത്തിടാം. ഇനി അതൊന്ന് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ചതച്ച് ഒന്ന് എടുക്കുക കേട്ടോ. അതിനുശേഷം എണ്ണച്ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു പൂവും കൂടെ നമുക്കിതിലേക്ക് ഇടാം. അതിനി നമ്മളിട്ടപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറ്റം ഉണ്ട് കേട്ടോ. അപ്പം അതും ഒന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്കിനി ചെയ്യാം. അപ്പോൾ അതായത് കണ്ടോ, ഇതുപോലെ കളർ മാറ്റം വന്ന് ഇതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് കേട്ടോ പൂവ്. അതുപോലെ ഔഷധ ഗുണം ഏറെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു വായ്പുണ്ണ്, കുടൽ സംബന്ധമായ പ്രശ്നം, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ അത്രയ്ക്കും നല്ല ഒന്നാണ് കേട്ടോ. അപ്പം ഞാൻ ആ ചതച്ച് വെച്ച ആ ഒരു തേങ്ങയും കൂടെ എടുത്ത് അതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്നപ്പോൾ പാകത്തിന് എല്ലാമായിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഔഷധ ഗുണമുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക കിട്ടിയാൽ കേട്ടോ. ബൈ, താങ്ക് യു.